ആയിട്ട് നമുക്ക് ഇതിൽ ഫോട്ടോ ആഡ് ചെയ്യാം. വേണ്ട ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം ഒരു പെൻസിലിൻ്റെ ബട്ടൺ കാണാം, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നമുക്കത് ക്രോപ്പ് ചെയ്യണം നിർബന്ധമില്ല, വേണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിത് ക്രോപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ഹീലിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഫോട്ടോ മൊത്തമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി, ഒരു റെഡ് കളർ വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഫോട്ടോ മാത്രം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്തായി വീണ്ടും നമുക്ക് ജസ്റ്റ് ആ പെൻസിലിൻ്റെ ബട്ടൺ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി ജസ്റ്റ് താഴോട്ട് വന്നാൽ ഒരു ലെൻസ് ബ്ലർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴത്ത് കാണുന്ന റൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചതുരത്തിലുള്ള ബ്ലറിങ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കുക. അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ കോർണറിലേക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലർ സ്ട്രെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്താൽ അതിൻ്റെ വാല്യൂ, ബ്ലറിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു 65, 64 സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ട്രാൻസിഷൻ സെറ്റ് ചെയ്ത് നമുക്ക് മാക്സിമം 0 കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ വിഗ്നെറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അടുത്തതായി വീണ്ടും നമുക്ക് ആ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിൽ ടോപ്പിലായിട്ട് ട്യൂൺ ഇമേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴത്ത് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സാച്ചുറേഷൻ ഒന്ന് കൂട്ടിക്കൊടുക്കാം. അതിൻ്റെ സാച്ചുറേഷൻ വാല്യൂ നമുക്കൊന്ന് കൂട്ടി ഒരു 76 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കോൺട്രാക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് കോൺട്രാക്ട്സിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് ഒരു -6 ആക്കിയ ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. അതിനായി നമുക്ക് വീണ്ടും പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡബിൾ എക്സ്പോസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു പുതിയ ഫോട്ടോ ആഡ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴത്തൊരു ഡ്രോപ്സ് ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ വാല്യൂ കൂട്ടി കൊടുത്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് മുകളിലൊരു ഓപ്ഷൻ കാണാം, ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വ്യൂ എഡിറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡബിൾ എക്സോസിൻ്റെ ഓപ്ഷനിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൂം ചെയ്തിട്ട് നമുക്ക് ഈ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡ് എഡ്ജുകളൊക്കെ നല്ല സ്മൂത്തായിട്ട് കറക്റ്റ് വരുന്ന രീതിയിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ നമുക്ക് ഫോട്ടോ മൊത്തമായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും കോർണറിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ നമുക്ക് ബ്രഷ് ചെയ്തപ്പോൾ ഇതിൻ്റെ എഡ്ജ് ഭാഗത്തൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ വാല്യൂ 0 ആക്കി, ഡബിൾ എക്സ്പോസിൻ്റെ വാല്യൂ 0 ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോൻ്റെ പുറത്തേക്ക് വരുന്ന ഭാഗം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് ആ പെൻസിൽ ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ട്യൂൺ ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സാച്ചുറേഷൻ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കാം. ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിഗ്നെറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, -56 ആയതിനു ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് സ്ക്രീനിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം താഴത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ദെൻ സേവ്.